ഹലോ, ബാക്കു മിനിയേച്ചർ ബുക്ക് മ്യൂസിയം. ഞങ്ങളുടെ ആദ്യത്തെ ദിവസം, അസർബൈജാനിലുള്ള ആദ്യത്തെ ദിവസം പോയ സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ഇത് ലോകത്തുള്ള ഒരേ ഒരു മിനിയേച്ചർ ബുക്ക് മ്യൂസിയമാണ്. ഇത് ബാക്കു ഇന്നർ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, കുഞ്ഞ് ഖുറാൻ വരെ അവിടെ നിന്നുണ്ട്. ഇത് ഫുൾ പ്രിൻ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഓരോ പേജും എടുത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഈ ഖുറാൻ ഉള്ളത്. 2002 ഏപ്രിൽ 2 ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട് ആസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് മ്യൂസിയം ഓഫ് മിനിയേച്ചർ ബുക്സ്. ഓക്കെ, 5600 ബുക്കുകളാണ് ഉള്ളത്. കൂടുതലും സോവിയറ്റ് പീരീഡിനെ പറ്റിയിട്ടുള്ള ബുക്സാണ്. റഷ്യയുടെ ഒരു പാർട്ടായിരുന്നല്ലോ ഇവർ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് മ്യൂസിയമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിന് എൻട്രൻസ് ഫീ ഒന്നും തന്നെ ഇല്ല. സരീഫ സലോഹോവ എന്നൊരു ലേഡിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. അവർ വേൾഡ് മൊത്തം സഞ്ചരിച്ച് ഇങ്ങനെ ഓരോരോ കുഞ്ഞു ബുക്കായിട്ട് കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഹനുമാൻ ചാലിസ മന്ത്രത്തിൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓരോ രാജ്യങ്ങളുടെ ബുക്ക്, ഒരു 3-4 രാജ്യങ്ങൾക്ക് അവർ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഓരോ രാജ്യങ്ങളുടെ കൊടിയും അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹോളി ബുക്സ് അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കുഞ്ഞ് ഖുറാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് ആദ്യം കാണിച്ചത്. 5 മനാത്തായിരുന്നു പ്രൈസ്. ഇത് ഹോളി ബൈബിളാണ്. ഇതിന് 10 മനാത്താണ് കേട്ടോ. അപ്പോൾ ഒരു മനാത്ത് 50 റുപ്പീസ്. അപ്പം 5 മനാത്ത് എന്ന് പറയുമ്പോൾ 250 റുപ്പീസ് അടുപ്പിച്ചിട്ട് വരും. അങ്ങനെയാണ് അവരുടെ പ്രൈസ് വരുന്നത്. കണ്ടു, ഇത് അവരെ കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരിടത്ത്. ഈ ബുക്സിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അവരെ പറ്റിയിട്ടാണ്. US എന്നുള്ള ബുക്സാണ്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നുള്ള ബുക്സും അതിൻ്റെ മുകളിൽ അത്ര രാജ്യങ്ങളുണ്ടോ അതിൻ്റെ കൊടിയും ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റ് വിസിറ്റായിട്ട് ബാക്കുവിൽ പോവുകയാണെങ്കിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് എൻട്രൻസ് ഫീ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ചാരിറ്റി ബോക്സ് മാതിരി ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ സെയിലിന് വെച്ചിരിക്കുന്ന ഏതെങ്കിലും 1-2 ബുക്ക് മേടിച്ച് അവരെ ഹെൽപ്പ് ചെയ്താലും മതി. നമുക്കതൊരു ക്യൂട്ട് സ്റ്റഫും ആവും. കുഞ്ഞുങ്ങളുടെ ബുക്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. തീരെ കുഞ്ഞായിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ പലയിടത്തും ഇത് കമ്പയർ ചെയ്യാനായിട്ട് എൻ്റെ വിരലിൻ്റെ സൈസ് വെച്ചിട്ട്, എൻ്റെ ചെറിയ വിരലിനെക്കാളും ചെറുതാണ് ഓരോ ബുക്സ്. അപ്പം ആ വിരലിൻ്റെ സൈസ് വെച്ചിട്ട് നിങ്ങളെ പലയിടത്തും മനസ്സിലാക്കിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹാർഡ്ലി ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മതിയാവും ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട്. വായിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അധികം നടക്കില്ല. ഒരു മിനി, മൈക്രോ, അൾട്രാ മൈക്രോ ഇങ്ങനെ 3 സൈസിലാണ് അവിടെ ബുക്സ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ അൾട്രാ മൈക്രോ നമുക്ക് അധികം വായിക്കാൻ പറ്റില്ല, എന്നാലും അക്ഷരങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പല ഭാഷകളിലാണെങ്കിലും കൂടുതലും അസറി ഭാഷകളുള്ള പുസ്തകങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ ഉള്ളത് റഷ്യൻ ഭാഷയിലെ പുസ്തകങ്ങളാണ്. അതും ഒത്തിരി അധികമായിട്ട് ഉണ്ടായിരുന്നു. കണ്ടു, തീരെ കുഞ്ഞ്. എനിക്കാണെങ്കിൽ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ എടുത്തത്. ബാക്കു ഓൾഡ് സിറ്റി തന്നെയാണ് ഇത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ഥലം മറക്കാണ്ട് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ പ്രവർത്തന സമയം എനിക്ക് തോന്നുന്നു വൈകുന്നേരം 5-6 ആ ഒരു ടൈമാണ്. അത് വിൻ്റർ സീസണിൽ മാറുമായിരിക്കും. മൺഡേ ഒന്നും ഓഫൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എല്ലാ ദിവസവും അത് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ടായി, അതുകൂടെ ഷെയർ ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.